ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. സൗന്ദര്യലഹരി സ്തോത്രം 43. ധുനോദുധ്വാന്തം ന തുലിതദലിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലേഷ്ണം ചികുരനികുരംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ ഫലമദനവാടീ വിടപിനാം. പദച്ഛേദം ചെയ്യാം. ധുനോതു ദ്വാന്തം നഹ തുലിതദളിതേന്ദീവരവനം ഘന സ്നിഗ്ധശ്ലേഷ്ണം ചികുരനികുരംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജം ഉപലബ്ധും സുമനസഃ വസന്തി യസ്മിൻ മന്യേ വലമഥനവാടീ വിടപിനാം. പദാർത്ഥം പറയാം. ഹേ ശിവേ, അല്ലയോ മംഗളരൂപിണിയായ ദേവി, തുലിതദളിതേന്ദീവരവനം വിടർന്ന കരിങ്കൂവള പൂക്കൂട്ടത്തോട് തുല്യമായതും ഘനസ്നിഗ്ധ ശ്ലേഷ്ണം ഇടതൂർന്ന മിനുപ്പോടും മാർദ്ദവത്തോടും കൂടിയ അങ്ങയുടെ തവ നിന്തിരുവടിയുടെ ചികുരനികുരംബം കേശസമൂഹം. മുമ്പത്തെ ശ്ലോകത്തിൽ കിരീടത്തെപ്പറ്റി വർണ്ണിച്ചു. ഇവിടെ കേശത്തെപ്പറ്റി. കേശം എന്ന് പറഞ്ഞാൽ മുടി. അത് നല്ല മിനുമിനുപ്പുള്ളതാണ്. എണ്ണയൊക്കെ തേച്ചാലും നല്ല മാർദ്ദവം ഉണ്ടാവുമല്ലോ. അങ്ങനെ മിനുമിനുപ്പുള്ളതാണ് കേശസമൂഹം. നഹ ഞങ്ങളുടെ ദ്വാന്തം അജ്ഞാനത്തെ ധുനോതു നശിപ്പിക്കട്ടെ. കരിങ്കൂവള പൂവോട് സാമ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ എന്ന് പറയും. യദീയം യാതൊരു കേശഭാരത്തെ സംബന്ധിച്ച സഹജം സ്വതസിദ്ധമായ സൗരഭ്യം പരിമളത്തെ, സൗരഭ്യം എന്ന് പറഞ്ഞാൽ പരിമളം, നല്ല മണം, ഉപലബ്ധം സ്വീകരിപ്പാനായിക്കൊണ്ട് വലമഥനവാടീ വിടപിനാം ഉദ്യാനമായ നന്ദനവനത്തിലെ കൽപ്പകവൃക്ഷങ്ങളുടെ സുമനസഹ പുഷ്പങ്ങൾ എന്ന് തോന്നിക്കുന്നു. അസ്മിൻ ഈ കേശഭാരത്തിൽ വസന്തി വസിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ കൽപ്പകവൃക്ഷത്തിൻ്റെ കുസുമങ്ങൾ ചൂടിയിട്ടുണ്ട് ഭഗവതി ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരാണ്? ശങ്കരാചാര്യരാണ് പറയുന്നത്. ഇവിടെ കേശപാശത്തിനെയാണ് വർണ്ണിക്കുന്നത്, മുടിയെപ്പറ്റി. മുകളിൽ നിന്ന് താഴോട്ടേക്ക് വർണ്ണനകൾ പോകുകയാണ്. കിരീടം വർണ്ണിച്ചു, ഇനി മുടി വർണ്ണിക്കുന്നു. അല്ലയോ മംഗളരൂപിണിയായ ഭഗവതി, വിടർന്ന കരിങ്കൂവള പൂക്കൂട്ടത്തോട് തുല്യമായി ഇടതൂർന്ന മിനുപ്പോടും മാർദ്ദവത്തോടും കൂടിയിരിക്കുന്ന നിന്തിരുവടിയുടെ കേശഭാരം ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. നമ്മൾ ഗുരുസ്തോത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അജ്ഞാന തിമിരാന്തസ്യാണ്. അപ്പോൾ അത് അന്ധകാരമാണ്, അജ്ഞാനമാകുന്ന അന്ധകാരം. ആ അങ്ങനെയുള്ള കേശഭാരത്തെ സംബന്ധിച്ച സ്വാഭാവികമായ സൗരഭ്യത്തെ സ്വീകരിപ്പാനായിട്ട് ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലുള്ള കൽപ്പകവൃക്ഷങ്ങളുടെ പൂക്കൾ ഇതിൽ ചേർന്നിരിക്കുന്നു. ആ സൗരഭ്യം സ്വീകരിപ്പാനായിട്ടാണ് എന്ന് പറയുന്നത് കേട്ടോ.
നന്ദനോദ്യാനവനത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കൾ ഈ മുടിയിൽ ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ പൂക്കൾക്ക് കൂടി ഭഗവതിയുടെ മുടിയുടെ സൗരഭ്യം നുകരണം. ആ പൂക്കൾക്കുള്ള സൗരഭ്യം മാത്രമല്ല, ഭഗവതിയുടെ മുടിയിലിരുന്നു കൊണ്ട് അതിനും ഒരു സൗരഭ്യമുണ്ടാകുന്നു എന്ന് ഇവിടെ സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാം മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.